Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ കണ്ടങ്കാളിയിൽ ടി പുരുഷോത്തമന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മീൻ ഷെഡിൽ തീപിടുത്തം. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഷെഡ് കത്തിയ നിലയിൽ കണ്ടെത്തിയത്. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂർ കണ്ടങ്ങാളിയിൽ ടി പുരുഷോത്തമന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മീൻ ഷെഡിൽ തീപിടുത്തം. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ടി പുരുഷോത്തമൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. രാത്രിയിലാണ് സംഭവം നടന്നത്. പുരുഷോത്തമന്റെ മകൻ രാവിലെ സ്ഥലത്തെത്തിയപ്പോഴാണ് തീപിടുത്തമറിഞ്ഞത്. കിഴക്കേ കണ്ടങ്ങാളിയിലാണ് ചെമ്മീൻ കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒന്നും കാണുന്നില്ല. ബോക്സ് ഉണ്ടായിരുന്നു, ക്രേറ്റ് ഇല്ലേ, ആ ക്രേറ്റ് കംപ്ലീറ്റ് ഒരുങ്ങിയിട്ട് ആയതാണ് ഈ സാധനം. പയ്യന്നൂരിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലം മലീനസമാക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നതെന്ന് ടി പുരുഷോത്തമൻ. ചെമ്മീൻ ഷെഡ് തീവച്ച് നശിപ്പിച്ചതിനെ തുടർന്ന് പരാതിയുമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂരിന്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലം ആകെ മലീമസമാക്കുന്ന നിലപാടാണ് CPMന്റെ ഭാഗത്തുണ്ടാകുന്നത്. അത് CPM ഒഫീഷ്യലായി ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ഇത് മധുസൂദൻ്റെ നേതൃത്വത്തിൽ ഒരു കാളികൂളി സംഘമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോകാൻ വേണ്ടി പറ്റൂല. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ കേസുകളെ സംബന്ധിച്ചും അന്വേഷിക്കണം. ഇതിലിപ്പോൾ 1-2 കേസുകൾ അന്വേഷിക്കണമെന്ന് മധുസൂദൻ ആളുകളും പറയുന്നുണ്ട്. 1-2 കേസല്ല, FIR ഇട്ട് എല്ലാ സംഭവങ്ങളും അന്വേഷിച്ച് അതിൽ കുറ്റവാളികളെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കണം. ഇതാണ് വേണ്ടത്. അപ്പോൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ പരാതി അവിടെ CIക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത് ഇതിനൊരു കൃത്യമായിട്ടൊരു മറുപടി കിട്ടാതെ കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. കാരണം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോകാൻ വേണ്ടി പറ്റില്ല, പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. പയ്യന്നൂർ കണ്ടങ്ങാളിയിൽ ടി പുരുഷുവിന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മീൻ ഷെഡിൽ തീപിടുത്തം. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ടി പുരുഷോത്തമൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. രാത്രിയിലാണ് സംഭവം നടന്നത്. പുരുഷോത്തമന്റെ മകൻ രാവിലെ സ്ഥലത്തെത്തിയപ്പോഴാണ് തീപിടുത്തം കണ്ടത്. കിഴക്കേ കണ്ടങ്ങാളിയിലാണ് ചെമ്മീൻ കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന് പിന്നിൽ CPM ആണെന്ന് ടി പുരുഷോത്തമൻ ആരോപിച്ചു. പയ്യന്നൂരിലുണ്ടായ FIR ഇട്ട എല്ലാ കേസുകളിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധ കുത്തിയിരിപ്പ് അവസാനിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും മറ്റു നേതാക്കളെയും കയ്യേറ്റം ചെയ്ത ഡൽഹി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രതിഷേധം നടത്തി. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ ഉദ്ഘാടനം ചെയ്തു.
ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും MPമാരെയും മറ്റു നേതാക്കളെയും കയ്യേറ്റം ചെയ്ത ഡൽഹി പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിച്ച് ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് U രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K രാമദാസ്, മിഥുൻ രാമദാസ്, നിതിൻ NE, രാമകൃഷ്ണൻ KP, പത്മനാഭൻ VTV, വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കേന്ദ്രസേനയുടെയും ഡൽഹിയിൽ പോലീസിന്റെയും ക്രൂര നടപടിയിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മറ്റ് ജനപ്രതിനിധികളെയും അറസ്റ്റ് ചെയ്ത കേന്ദ്രസേനയുടെയും ഡൽഹി പോലീസിന്റെയും ക്രൂരമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജാഥ കണ്ണൂർ ജില്ലാ DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ലളിത ടീച്ചർ, KP മോഹനൻ, അത്തായി പത്മിനി, BM പീതാംബരൻ, AK ശ്രീജ, ME ദാമോദരൻ നമ്പൂതിരി, C പൂമണി, C ലതീഷ്, KV സ്നേഹജൻ, M പ്രഭാകരൻ, ബൈജുലാൽ, അക്കാളത്ത് രാജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ പഴയങ്ങാടി പഴയ പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനയാത്രക്കാരെ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. പഴയങ്ങാടി ഭാഗത്ത് നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. പാലം ക്യാമറ വരുന്ന ആ ഒരു ഏരിയയിൽ ഒരു വലിയ 2 കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഓട്ടോ തൊഴിലാളികൾക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നമ്മളെ ഫ്രണ്ട് വീൽ തന്നെയാണ് അതിലേക്ക് വീണു പോകുന്നത്. ഭയങ്കരമായിട്ട് ആൾക്കാർക്ക്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കുറച്ച് സ്പീഡിൽ വരുന്ന ബൈക്കുകാർ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് തെറിച്ചിട്ട് പുഴയിലേക്ക് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്നിട്ട് ആ കുഴി എത്രയും പെട്ടെന്ന് അടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കും. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ പഴയങ്ങാടി പഴയ പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനയാത്രക്കാരെ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. പാലത്തിലേക്ക് പഴയങ്ങാടി ഭാഗത്തുനിന്ന് പ്രവേശിക്കുന്ന ഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ശക്തമായ മഴയെ തുടർന്നാണ് ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ടത്. മഴ പെയ്യുമ്പോൾ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ അപകട സാധ്യത ഇരട്ടിക്കുകയാണ്. കുഴി ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ വീണ് അപകടങ്ങൾ പതിവാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഇരുചക്ര വാഹനയാത്രക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. രാത്രികാലങ്ങളിൽ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാത്തതും അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പാലത്തിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എത്രയും വേഗം കുഴികൾ അടച്ച് പാലം സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. അല്ലാത്ത പക്ഷം പാലത്തിന്റെ കൂടുതൽ തകർച്ചയ്ക്കും ഗുരുതര അപകടങ്ങൾക്കും ഇത് വഴിവെക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. യാത്രക്കാർ അപകടത്തിൽപ്പെടുമ്പോഴും അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെൻട്രൽ ബസാർ കേന്ദ്രീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രതിഷേധ പ്രകടനവും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ രക്ഷിക്കുക, കൃഷിയെ രക്ഷിക്കുക, ഇന്ത്യയുടെ പരമാധികാരത്തെ രക്ഷിക്കുക, കാർഷിക വായ്പകൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെൻട്രൽ ബസാർ കേന്ദ്രീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം അതിശക്തമായ പ്രതിഷേധം നടന്നു. തങ്ങളുടെ വിത്ത് ഇല്ലാതാക്കി കോർപ്പറേറ്റുകളുടെ ഇരകളായിട്ട് തങ്ങളെ മാറ്റുന്ന കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരായി കീഴടങ്ങാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ കൃഷിക്കാർ വിത്ത് ബില്ലിനെതിരായിട്ടുള്ള സമരം 2025 ഡിസംബർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് നമ്മൾ സംഘടിപ്പിച്ചത്. P. ഗംഗാധരൻ, K. കാർത്യായനി, T. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഒറ്റ അദാലത്തിലൂടെ ജനങ്ങളുടെ 28 പരാതികളിൽ തീർപ്പുണ്ടാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരാതി പരിഹാര അദാലത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. പലവിധ കാര്യങ്ങളിൽ തീർപ്പാകാതെ കിടന്ന പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചത്. 100-ലധികം പേർ പങ്കെടുത്ത അദാലത്തിൽ ആകെ 59 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 28 പരാതികളിൽ കൈയോടെ തീർപ്പ് കൽപ്പിച്ചു. 3 പരാതികൾ മറ്റു വകുപ്പുകളിലേക്ക് കൈമാറുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ബാക്കിയുള്ളവ പഞ്ചായത്തിലെ വിവിധ സെക്ഷനുകളിലേക്ക് തുടർ നടപടികൾക്കായി കൈമാറി. പരാതി പരിഹാര അദാലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസങ്ങളിലും ഇങ്ങനെയുള്ള പരാതികൾ നമുക്കിവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരാൾക്കും ഓരോ പരാതികളുണ്ടാകും. നമുക്കറിയാം LSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതുപോലെ നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും, അതേപോലെ തീരദേശ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടാവും. അങ്ങനെ ഓരോ മേഖലകളിലും ഉൾപ്പെട്ടിട്ടുള്ള പരാതികളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TS നജീബ്, MK പ്രസന്ന, ഫാത്തിമത്ത് അഷ്റിഫ, സെക്രട്ടറി പ്രമീള ബോബി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടർന്നും അദാലത്തുകൾ സംഘടിപ്പിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഇന്ത്യയുടെ ചരിത്രം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണപുരം മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുത്ത AV സിദ്ദിഖിന്റെ സ്ഥാനാരോഹണവും പ്രവർത്തന കൺവെൻഷനും കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുടെ വീടുകളിൽ ഈട് കയറി ഇറങ്ങി. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ എത്ര സമയമാണ് ഈട് ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾ പരിശോധിക്കണം. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. ഈ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയവൽക്കരിക്കുക. CBI എന്ന് പറഞ്ഞത് എന്താണ്? അതുപോലെ തന്നെ ഇവിടെ പത്രമാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടുന്നു. അവരോട് കൃത്യമായ വാർത്തകൾ, എന്ത് വാർത്ത കൊടുക്കണം, ഏത് വാർത്ത കൊടുക്കണം എന്ന് അവരോട് പറയുന്നു. ആ വാർത്തകളല്ല അവർ കൊടുക്കുന്നതെങ്കിൽ ആ വാർത്തകൾ കൊടുത്തവന് നേരെ മർദ്ദനമുണ്ടാവുന്നത് നമ്മൾ കണ്ടതാണ്, കൊല ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഇന്ത്യയുടെ ചരിത്രം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത് എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മാർട്ടിൻ ജോർജ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടാനുള്ള ശ്രമവും ഇന്ത്യയിൽ നടന്നുവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണപുരം മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുത്ത AV സിദ്ദിഖിന്റെ സ്ഥാനാരോഹണവും പ്രവർത്തക കൺവെൻഷനും ചെറുകുന്ന് കണ്ണപുരം പ്രസന്ന കലാസമിതി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിക്കാനുള്ള ശ്രമമാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. EDയെയും CBIയും എല്ലാം രാഷ്ട്രീയ ആയുധമാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നും അഡ്വക്കേറ്റ് V മാർട്ടിൻ ജോർജ് പറഞ്ഞു. VV മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. MK രാജൻ, കാപ്പാടൻ ശശിധരൻ, കൂനത്തറ മോഹനൻ, നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്ന ഇന്ത്യ അമേരിക്കൻ കരാർ പിൻവലിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പിലാത്തറയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്ന ഇന്ത്യ അമേരിക്കൻ കരാർ പിൻവലിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പിലാത്തറയിൽ പ്രതിഷേധ പ്രകടനവും ട്രംപ്, നരേന്ദ്രമോദി എന്നിവരുടെ കോലം കത്തിക്കലും പൊതുയോഗവും പിലാത്തറയിൽ നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് വളരെ പ്രബലമായി നിൽക്കുന്ന സോഷ്യലിസ്റ്റ് ചേരിയോടൊപ്പമോ അതുപോലെ തന്നെ സാമ്രാജ്യത്വ ചേരിയോടൊപ്പമോ ചേരാൻ ഞങ്ങളില്ല.
ഞങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ നോക്കി ഏതാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുള്ള തീരുമാനമാണ് എടുക്കുക എന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം. കാർഷിക രാജ്യമായ ഭാരതം കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അതിശക്തമായ സമ്പദ്ഘടന അത് പൂർണ്ണർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ രാജ്യത്തിന് ഭാവിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യകാലത്ത് ചില നടപടികളെല്ലാം നമ്മുടെ നാട് കൈക്കൊണ്ടിരുന്നു. പ്രസിഡന്റ് കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി എം വി രാജീവൻ, വി രമേശൻ, കെ വി ലക്ഷ്മണൻ, എൻ കാർത്യായനി, കെ പി മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വിദ്യാഭ്യാസ പ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ പി പ്രേമചന്ദ്രൻ രചിച്ച പലസ്തീൻ മോൺ അമോർ ചലച്ചിത്ര നിരൂപണ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. പ്രമുഖ ചിന്തകനും ഡൽഹി JNU മുൻ പ്രൊഫസറുമായ ഡോക്ടർ AK രാമകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ പി പ്രേമചന്ദ്രൻ രചിച്ച പലസ്തീൻ മോൺ അമോർ എന്ന പുതിയ ചലച്ചിത്ര നിരൂപണ ഗ്രന്ഥത്തിന്റെ പ്രകാശനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രമുഖ ചിന്തകനും ഡൽഹി JNU മുൻ പ്രൊഫസറുമായ ഡോക്ടർ AK രാമകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. DCC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ ആദ്യ പ്രതി എഴുത്തുകാരി സീതാദേവി കരിയാട്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരുമായ ഡോക്ടർ EV രാമകൃഷ്ണൻ, K രാമചന്ദ്രൻ, KT ദിനേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോറോം നോർത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന വിദ്യാർത്ഥികളെയും തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോറോം നോർത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. പുഷ്പ തറമ്മൽ, KV മോഹനൻ, P കുഞ്ഞിക്കണ്ണൻ, K രമേശൻ, അർജുൻ കോറോം, അബൂബക്കർ P, നവനീത് ഷാജി, പ്രകാശൻ P, അപ്പു കോറോം, രജനി രമേശൻ, അബ്ബാസ് KK തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ ലിറ്റിൽ അമിഗോസ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ വിദ്യാർത്ഥികൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ സന്ദർശിച്ചു. ചാനൽ ജീവനക്കാർ ചാനലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ ലിറ്റിൽ അമിഗോസ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ വിദ്യാർത്ഥികൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ സന്ദർശിച്ചു. ചാനൽ ജീവനക്കാർ ചേർന്ന് കുട്ടികളെ സ്വീകരിക്കുകയും ചാനലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകുകയും ചെയ്തു. പ്ലേ ഗ്രൂപ്പ്, നഴ്സറി, LKG, UKG വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് സന്ദർശിച്ചത്. പ്രിൻസിപ്പാൾ ഭുവനേശ്വരി, അമൃത, ദീപ്തി രവീന്ദ്രൻ, ശരണ്യ എന്നീ ടീച്ചർമാരുടെയും ബിന്ദു, ഗീത, സജിത എന്നിവരുടെയും നേതൃത്വത്തിലാണ് കുട്ടികൾ സന്ദർശനം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം ചരൽപ്പള്ളയിലെ അതുൽനാഥ് എഴുതി കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച അമരാവതി എന്ന നോവൽ പ്രകാശനം ചെയ്തു. ചെറുകഥാകൃത്ത് TP വേണുഗോപാലൻ പ്രകാശനം നിർവഹിച്ചു. മാതമംഗലം ചരൽപ്പള്ളയിലെ അതുൽനാഥ് എഴുതി കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച അമരാവതി എന്ന നോവൽ പ്രകാശനം ചെയ്തു. ചെറുകഥാകൃത്ത് TP വേണുഗോപാലൻ പ്രകാശനം നിർവഹിച്ചു. എരമകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗംഗാധരൻ പുസ്തകം ഏറ്റുവാങ്ങി. ജ്ഞാനഭാരതി ഗ്രന്ഥാലയം പ്രസിഡന്റ് K മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV സുനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സുധാമണി, ഗ്രാമപഞ്ചായത്ത് അംഗം PV വിജയൻ, നോവലിസ്റ്റ് അതുൽനാഥ്, M ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇതോടുകൂടി വാർത്തകൾ സമാപിച്ചു. നന്ദി.